കാസർഗോഡ് പടന്നയിൽ പിഞ്ചു കുഞ്ഞിനെ അനധികൃതമായി മറ്റൊരു വീട്ടിൽ പാർപ്പിച്ചതായി പരാതി. അംഗൻവാടി ടീച്ചറായ പ്രീതയ്ക്ക് സംശയം തോന്നിയതോടെ ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു. വീട്ടുകാരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവളോട് തിരിച്ച് അമ്മ കാറിൽ കയറിയിട്ട് പോയി. അപ്പോൾ ഞാൻ ബേബിനെ വിളിച്ച് ഞാൻ ചെന്നാണ് ബേബി പ്രശ്നം വെച്ചു. അന്നേരം പറഞ്ഞു, ഇത് ഞാൻ 3 മാസത്തേക്ക് വളർത്താൻ വാങ്ങി. ഞാൻ പറഞ്ഞു, അതെങ്ങനെ നീ 3 മാസത്തേക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്താൻ വാങ്ങലില്ല. അപ്പോൾ പറഞ്ഞു, അത് അവർക്ക് ട്വിൻസാണ്, അപ്പോൾ ഒന്നിനെ അവരെ അമ്മ നോക്കുന്നു, ഒന്നിനെ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, അത് ശരിയല്ല, ഞാൻ എഗ്രിമെൻ്റ് ആക്കിയിട്ട് കൊണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഏടുന്ന എഗ്രിമെൻ്റ് ആക്കിന്. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിൻ്റെ ഓഫീസിലത്തെ നമ്പർ ഇതാ എനിക്ക് പറഞ്ഞു. അതെന്തിനു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയണം, സംഭവം എന്താണെന്ന് അറിയണ്ടേ, ചെറിയ കുഞ്ഞിയല്ലേ. അന്നേരം പറഞ്ഞു, പിന്നെ അതല്ല അവരറിയാണ്ട് ഞാൻ ചെയ്തതാന്ന് പറഞ്ഞു. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോട്ട് നിന്ന്. അരുൺ, ഇത് കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. എന്താണ് അവിടെ സംഭവിച്ചത് അരുൺ? റജിത്ത്, ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവത്തിനൊക്കെ തുടക്കമുണ്ടാവുന്നത്. അംഗൻവാടി ടീച്ചറായ പ്രീത ഈ കുട്ടിയെ വീട്ടിൽ കാണുകയായിരുന്നു. അതായത് പടന്ന വടക്കേപ്പുറത്തെ ഒരു വീടാണ്. ഈ പടന്ന മൃഗാശുപത്രിക്ക് സമീപമുള്ള ഒരു വീടാണ്. ആ വീട്ടിലാണ് പതിവിന് വിപരീതമായി ഒരു പിഞ്ചു കുഞ്ഞിനെ പ്രീത കാണുന്നത്. ഇതോടെ പ്രീത സംശയം തോന്നി ആ വീട്ടുകാരെ ചോദ്യം ചെയ്തു. ആ വീട്ടുകാരെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഈ കുട്ടിയെ 3 മാസത്തേക്ക് വളർത്തുന്നതിന് വേണ്ടി വാങ്ങിയതാണെന്ന് പറയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ കുട്ടി ആ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ ആരുടെ അനുമതിയോടുകൂടിയാണ് അങ്ങനെ കുട്ടിയെ ഇവിടെ എത്തിച്ചത് എന്ന് ചോദിച്ചു. അവർക്ക് ഇരട്ടക്കുട്ടികളാണ്. അതായത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇരട്ടക്കുട്ടികളാണ്. രണ്ടുപേരെയും നോക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരാളെ എന്റെ അടുത്ത് നോക്കാൻ വേണ്ടി ആക്കിയതെന്നാണ് ഈ കുടുംബം മൊഴി നൽകിയത്. അതിനുശേഷം പോലീസിനെയും ചൈൽഡ് ലൈനെയും വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് പോലീസ് എത്തി ഈ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. പിലാത്ര സ്വദേശികളുടെ കുട്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂർ പിലാത്ര സ്വദേശികളുടെ കുട്ടിയാണെന്ന് മനസ്സിലാക്കുന്നു. ആ രക്ഷിതാക്കളെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ചൈൽഡ് ലൈൻ അധികൃതരും വന്നിട്ടുണ്ട്. ഈ വാങ്ങിയ ആളുകളെയും ഈ കുട്ടിയുടെ രക്ഷിതാക്കളെയും നിലവിൽ ചോദ്യം ചെയ്യുകയാണ്. കുട്ടിയെ വിൽപ്പന നടത്തിയതാണോ അതോ വാങ്ങിയതാണോ എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന് സംശയമുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അറിയിക്കുന്നു. ശരി, കുട്ടിയെ വിൽപ്പന നടത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.